ജാർഖണ്ഡിലേക്കാണ്. ജാർഖണ്ഡിൽ നമ്മൾ ഡൽഹിയിൽ കണ്ട CJP പ്രൊട്ടസ്റ്റിനെ അനുസ്മരിപ്പിക്കുന്ന വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ യുവാക്കളടക്കം കഴിഞ്ഞ 14-15 ദിവസമായിട്ട് തെരുവിലാണ്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവർ നടത്തുന്ന പരീക്ഷകളിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ പരീക്ഷകൾ ഇപ്പോൾ അതിൽ കുറ്റക്കാരെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരെ അടക്കം നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 പരീക്ഷകൾ റദ്ദാക്കാം എന്നും കൂടിയിട്ട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യങ്ങൾക്കൊന്നും ഈ വിദ്യാർത്ഥികൾ ചെവി കൊടുക്കുന്നില്ല. അവർ പറയുന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രത്തിൻ്റെ CBIയുടെ ഒരു അന്വേഷണം വേണമെന്നാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ നിയമസഭയിലേക്ക് നടന്ന മാർച്ചിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ കൂടിയിട്ടുണ്ടായിട്ടുണ്ട്. ഹേമന്ത് സോറൻ സർക്കാരിനെതിരെ ഇത് സംബന്ധിച്ച് BJPയുടെ അടക്കം വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഈ അക്രമം നമ്മൾ ഡൽഹിയിൽ കണ്ടതില്ലേ, അപ്പോൾ ഇവിടെ ഇത് കണക്ക് തന്നെ അക്രമം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനെ ഹേമന്ത് സോറൻ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് അവരുടെ പിന്തുണ പിൻവലിക്കണമെന്നടക്കം BJP ആവശ്യപ്പെടുന്ന ഇത് ഒരു വശത്ത് കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നത്. അജിംസ്, ജാർഖണ്ഡിൽ ഇപ്പോൾ നടക്കുന്നതിനെ ഈ CJP പ്രൊട്ടസ്റ്റുമായിട്ട് കൂട്ടി വായിക്കാമോ? കാരണം ഡൽഹിയിൽ നടന്നപ്പോൾ അവിടെ എതിർവശത്ത് കേന്ദ്രമായിരുന്നു, ഇവിടെ കോൺഗ്രസ് CPI ML അടക്കം സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ കൂടിയിട്ട് ഇപ്പറയുണ്ട്. ഇന്നലെ ആ സമരത്തിനെതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ കൂടിയിട്ട് നടക്കുന്നു. ഇത് ജാർഖണ്ഡിൽ നടക്കുന്ന ഈ PSC പ്രൊട്ടസ്റ്റ്, അത് ഈ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റുമായിട്ട് സാമ്യമുള്ളതല്ല. ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള PSC പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലൊരു പരിപാടിയാണ്. അപ്പോൾ അത് ശക്തമായ സമരം തന്നെയാണ്. ഇപ്പോൾ CJP നേതാക്കൾ ഉൾപ്പെടെ, ഐസയുടെ നേതാക്കൾ, ഇപ്പോൾ നേഹ ബോറെ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അവർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. സാധാരണ അതൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റാണ്, വളരെ ഒട്ടും വയലൻ്റ് അല്ലാത്തൊരു പ്രൊട്ടസ്റ്റാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് സമയത്ത് അവിടെ വയലൻസ് ഉണ്ടായി. പോലീസ് കണ്ണീർവാതം പ്രയോഗിച്ചു, ജലപീരങ്കി പ്രയോഗിച്ചു, ലാത്തി ചാർജ് ചെയ്തു. കുറച്ച് വിദ്യാർത്ഥികൾ പരിക്കേറ്റിട്ടുണ്ട്. ആ സംഭവം നടന്ന ഉടൻ തന്നെ RSSൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ABVP അവിടെ വേറെ പ്രൊട്ടസ്റ്റ് നടത്തി, ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. ആ പ്രൊട്ടസ്റ്റ് കലാപകലുഷിതമായിരുന്നു. അത് പോലീസിനും സമരക്കാരും തമ്മിൽ നേർക്കുനേരെ ഏറ്റുമുട്ടുകയായിരുന്നു, കല്ലേറ്, ലാത്തി ചാർജൊക്കെ ആയിട്ട്. അപ്പോൾ മറ്റത് എന്താണെന്ന് വെച്ചാൽ അവർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ആക്ഷൻ ഉണ്ടായതാണ്. ജന്തർ മന്ദറിലേതുപോലെ എന്ന് പറയാൻ പറ്റില്ല. ജന്തർ മന്ദറിൽ ഒന്നും ചെയ്യാതെ പിള്ളേരെ അടിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, അവർ ബാരിക്കേഡ് ഭേദിക്കാൻ പോയപ്പോൾ ലാത്തി ചാർജ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നടന്ന ABVPയുടെ പ്രൊട്ടസ്റ്റ് നമ്മളിതിന് രണ്ടായിട്ട് കാണണം. ABVP പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ അവിടുത്തെ JMMൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ പറയുന്നത് ഈ PSC ആസ്പിരൻസുമായിട്ടുള്ള ഞങ്ങളുടെ ചർച്ചയിൽ 98% കാര്യങ്ങൾ ഞങ്ങൾ എഗ്രി ചെയ്തിട്ടുണ്ട്, ഒറ്റ കാര്യം ഒഴികെ. അതായത് ഈ പരീക്ഷകൾ പിൻവലിക്കാം, വേറെ പരീക്ഷ നടത്താം, അതുപോലെ ഈ സംഭവം അന്വേഷിക്കാം, മറ്റൊന്ന് പരീക്ഷാ സമ്പ്രദായം അടിമുടി ഉടച്ചു വാർക്കാം. ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു, അത് CBI അന്വേഷണമാണ്. CBI അന്വേഷണത്തിന് ഈ JMM കോൺഗ്രസ് സർക്കാർ സന്നദ്ധമല്ല. ആ സന്നദ്ധമല്ലാത്തതിന് അവർക്ക് ഒരു രാഷ്ട്രീയ കാരണമുണ്ട്. നമുക്കറിയാം, ഹേമന്ത് സോറൻ ജയിലിൽ കിടന്നതാണ്, ED കേസിൽ ജയിലിൽ കിടന്നയാളാണ്. ഇപ്പോൾ CBI അന്വേഷണമായിട്ട് CBI ഒരു നടന്നിരിക്കുക, ഉറപ്പായിട്ടും ഹേമന്ത് സോറൻ ജയിലിൽ പോകും. PSC അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിൻ്റെ PSC ചെയർമാനാണ് പരീക്ഷ നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് JMM CBI വിളിച്ചു വരുത്താൻ തയ്യാറാവില്ല. അതുകൊണ്ട് മാത്രമായിരിക്കും അവരത് എതിർക്കുന്നത്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിപ്പോൾ ഈ സമരം ഡിഫ്യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാകും CBI അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷേ CBI വന്നു കഴിഞ്ഞാൽ PSC ആയിരിക്കില്ല അന്വേഷിക്കുക, സർക്കാരിനെതിരെ ആയിരിക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരത് സമ്മതിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയെ കാര്യത്തിൽ കുറ്റപ്പെടുത്താനാണ് BJP എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി ജന്തർ മന്ദർ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നു, ബാക്കി എല്ലായിടത്തും പോയി ഛാത്രോങ്ക ഗുഞ്ച് നടത്തുന്നു, ജാർഖണ്ഡിലെ പ്രശ്നത്തെ പറ്റി പറയുന്നില്ലെന്നാണ്. ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞത് സമാധാനപരമായി, അത് അടിവരായിട്ട് പറയുന്നുണ്ട്, 2 പ്രാവശ്യം പറയുന്നുണ്ട്, സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിനോട് ഞാൻ എതിരാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, വിദ്യാർത്ഥികൾ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ആവശ്യപ്പെടുന്നു. അത് സമാധാനപരമായെന്ന് അടിവരയിടാൻ കാരണം ABVP വേറൊരു സമരം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ KC വേണുഗോപാൽ ഇന്നലെ ആരോപിച്ചൊരു കാര്യം, ഇന്നലെ അത് വയലൻ്റായി സമരം പോലീസ് ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഒരു നോൺ വയലൻറ്റ് പ്രൊട്ടസ്റ്റ് തന്നെയാണ് നടന്നത്, സമാധാനപരമായ സമരമാണ്. പക്ഷേ ABVP ബംഗാളിൽ നിന്ന് ലോറിയിൽ ആളെ ഇറക്കി ഈ സമരത്തിലേക്ക് ആളുകൾ കയറ്റി അതിൽ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയാണ് പോലീസിന് ഇടപെടേണ്ടി വന്നാണ് KC വേണുഗോപാൽ ആരോപിക്കുന്നത്. തുടർന്ന് ABVP നടത്തിയ സമരം വയലൻസ് ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ഇന്ത്യ സഖ്യ പാർട്ടികൾക്ക് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം സമരങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പോൾ കർണാടകയിലോ കേരളത്തിലോ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വന്നേക്കാം, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജാർഖണ്ഡ് വിഷയം യഥാർത്ഥത്തിൽ CBI അന്വേഷിക്കട്ടെ എന്ന് വെക്കണം. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യട്ടെ. അതല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും,
മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നടക്കുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വിരുദ്ധമായിട്ട് സമീപിക്കുകയും അതില്ലാതാക്കുകയും ചെയ്യുന്നുള്ള കാര്യം കോൺഗ്രസ് മനസ്സിലാക്കണം. അതിൻ്റെ കാരണം നമ്മൾ UP-യിൽ കഴിഞ്ഞ ദിവസം കണ്ടാണ്. അലഹാബാദിൽ പ്രയാഗ്രാജിൽ നടന്ന ഛാത്രോം കാ കുഞ്ച്, അത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയാണ്. 10,000 വിദ്യാർത്ഥികളാണ് അതിൽ പങ്കെടുത്തത്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത പ്രശ്നം കാണാൻ. അപ്പോൾ UP-യിൽ അത്രയും വലിയൊരു പരിപാടി കോൺഗ്രസ്സിന്, സമാജ്വാദി പാർട്ടി അല്ല കേട്ടോ, കോൺഗ്രസ്സിന് സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റീച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കൂടുതൽ ശക്തമാവാനും വളരാനും സാധ്യതയുള്ളൊരു കാര്യമാണ്. അവിടെ ഈ ജാർഖണ്ഡ് തടസ്സമാക്കരുതെന്ന് കോൺഗ്രസ്സുകാർ ഓർക്കണം, രാഹുൽ ഗാന്ധി ഓർക്കണം. ജാർഖണ്ഡ് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുമായിരിക്കും ഇതിൻ്റെ ഒരു മൊമെൻറ്റം കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനൊക്കെ നല്ലത്. നിഷാദ്, ഈ നിലവിൽ BJP അവിടെ ഈ സംഘർഷങ്ങൾ നടന്നതിനെ തുടർന്ന് ബന്ദ് പ്രഖ്യാപിക്കുന്നു. വേറെ തരത്തിൽ ജന്തർ മന്ദറിൽ നടന്ന സമരം പ്രതിപക്ഷം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ പ്രതിപക്ഷം അതിൻ്റെ ഒരു നേട്ടം ആഘോഷിച്ച പോലെ ഇപ്പം BJP ഇതിനെ മുതലെടുത്തിട്ട് സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ലേ? ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി ഈ രാജ്യത്ത് നടക്കുന്ന യുവാക്കളുടെ സമരത്തിനകത്തേക്ക് പരമാവധി ABVP RSSകാരെ കുത്തിക്കയറ്റി വിടുക, എന്നിട്ട് ആ സമരത്തെ ഹൈജാക്ക് ചെയ്യുക എന്നുള്ളൊരു വലിയ പ്ലാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സാധാരണ നിലയ്ക്ക് സംശയിക്കണം. അതായത് രാജ്യത്താകമാനം നടക്കുന്ന സമരത്തിനകത്തേക്ക് RSSകാരും ABVPക്കാരും എല്ലാം കൂടെ കടന്ന് ആ സമരത്തെ അങ്ങോട്ട് പൊല്യൂട്ട് ചെയ്യുക, പിന്നെ അവർക്ക് ആ സമരത്തെ ഇഷ്ടമുള്ള വഴിക്ക് ചലിപ്പിക്കാൻ കഴിയുക, ആ സമരത്തിൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയുക, ആ സമരത്തെക്കുറിച്ചുള്ള ഇമേജറി ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുക ഒന്ന്. രണ്ടാമത്തേത്, ആ സമരത്തെ അവർക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റും. ഇപ്പം അവർ നടത്തുന്ന സമരമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിക്കാനോ ഇഷ്ടമുള്ളപ്പോൾ തുടങ്ങാനോ പറ്റും. മറ്റേത് വിദ്യാർത്ഥികളുടെ സമരം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ നിർത്താൻ പറ്റില്ല, അവരുടെ ഡിമാൻഡിലോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഈ സമരത്തിൻ്റെ പല ഉദ്ദേശങ്ങൾ കാണും. ഒന്ന്, ഈ സമരത്തെ വക്രീകരിക്കാനുള്ള ഉദ്ദേശം കാണും. രണ്ട്, തന്ത്രപരമായി ഇത്തരം സമരങ്ങളുടെ നായകത്വം ഏറ്റെടുക്കാനുള്ള പരിപാടിയും കാണും. അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ സമരത്തെ അവർക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, ഇഷ്ടമുള്ളപ്പോൾ നിർത്തിക്കാൻ കഴിയും, പിളർത്താൻ കഴിയും, അതിൻ്റെ ഐക്യം തകർക്കാൻ കഴിയും. അപ്പോൾ ഇതിനകത്തൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന സമരത്തിന് ജൻസിയോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടാണ്. കാരണം നമ്മുടെ പരിപാടി അവരുടെ പരിപാടി നമ്മൾ യോജിച്ച് പോകുന്ന ഒന്നല്ല എന്നിവർക്ക് മനസ്സിലാവുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ആ പരിപാടി നോക്കുക. ആ പരിപാടി രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ മനസ്സിലായി. അതായത് ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം തൊഴിൽ സുരക്ഷ, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി, പരീക്ഷാ നടത്തിപ്പിൻ്റെ പ്രശ്നം എന്നീ 3 പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതിന് വൻതോതിൽ ആളെ കിട്ടി, മറ്റു പരിപാടികൾ കിട്ടുന്നതിനേക്കാൾ. അപ്പോൾ അതായത് എന്താണ് ഈ രാജ്യത്തെ ഇപ്പോഴത്തെ കത്തുന്ന പ്രശ്നം, അത് ഏറ്റെടുക്കാൻ ആളില്ലാത്തതിൻ്റെ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അനാഥത്വം അനുഭവിക്കുന്നത് ഏത് വിഷയമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. അദ്ദേഹം ആ പരിപാടി സംഘടിപ്പിക്കുന്നു. 100,000 ആളുകളാണ് അതിന് വരുന്നത്. അത് BJP കാണുന്നുണ്ട്. അത് BJPക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. കാരണം അവർ ഗ്യാസ് വില വർധനയോ പെട്രോൾ വില വർധനയോ E20 പോലുള്ള ആളെ കിട്ടുന്നു ഒരു വിഷയത്തെ. എന്ന് വെച്ചാൽ ആ വിഷയം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കത്തിക്കിടക്കുകയാണ്. അതൊരു പുതിയ തലമുറയാണ്. അവരോട് നമ്മൾ പഴയ മുഗളന്മാരുടെ കഥയോ പഴയ ബാബരി മസ്ജിദിൻ്റെ കഥയോ നരേന്ദ്രമോദിയുടെ പഴയ 2002 വിരാട് രൂപിൻ്റെ കഥയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പുതിയ കാലത്ത് പുതിയ മെച്ചപ്പെട്ട ഭരണം ഡിമാൻഡ് ചെയ്യുന്നവരാണ്. അവരോട് നാം എന്തു പറയും? വർഗീയത പറഞ്ഞിട്ട് പോലും യേശത്തില്ല. അവരെ എടുക്കാൻ രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു. അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് സംഘപരിവാറിന്. അപ്പോൾ സംഘപരിവാറെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലുള്ള വിദ്യാർത്ഥി സംഘടനകളെ കൂടി ഇതിനകത്തേക്ക് ഇറക്കി വിട്ട് ഇത് മൊത്തം കോളം കലക്കാൻ നോക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിൻ്റെ ഭാഗമാണ് ജാർഖണ്ഡിൽ വന്ന് ഈ അരമുണ്ടാക്കുന്നത്. ഇനി മറ്റ് പല സംസ്ഥാനങ്ങളിലും RSSൻ്റെ വിദ്യാർത്ഥി വിഭാഗം, അല്ലെങ്കിൽ അവരുടെ പല പേരുകളിലുള്ള വിദ്യാർത്ഥി വിഭാഗങ്ങളിലുണ്ടല്ലോ പല സംഘപരിവാർ സംഘടനകളിലേക്ക്, അവയെല്ലാം കൂടി ഇറങ്ങുകയും ഈ വിദ്യാർത്ഥി സമരത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളും വിദ്യാർത്ഥികളാണ്, ഞങ്ങളും ജനുവിന് ആവശ്യങ്ങൾ ഉയർത്തുന്നു, ഞങ്ങളും കേരളത്തിലും കർണാടകയിലും എല്ലാം തമിഴ്നാട്ടിലുമെല്ലാം ഞങ്ങളും സമരരംഗത്തേക്ക് വരുന്നൊരു ഫീൽ ഉണ്ടാക്കി മൊത്തത്തിൽ കുളവാക്കാനുള്ളൊരു പ്ലാൻ ഓണായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കയറി അലമുണ്ടാക്കുന്നത് എന്നാണ് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്കും കോൺഗ്രസിനുമെല്ലാം സവിശേഷമായ ജാഗ്രത വേണമെന്നാണ് ഞാൻ പറയുക. യെസ്, എന്തായാലും ജാർഖണ്ഡിലെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെ ആവശ്യം അവിടെ CBI അന്വേഷണം വേണമെന്നാണ്. അതിന് ഹേമന്ത് സോറൻ സർക്കാർ അനുമതി കൊടുക്കുമോ അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യത്തെ പിന്തുണക്കുമെന്നാണ് അറിയാനുള്ളത്.